മക്കളില്ലെങ്കിലും മക്കളില്ല എന്നുള്ളൊരൊറ്റ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള മക്കളെ കൊടുത്ത് ശത്രുക്കളെ പോലും പഠിച്ചോൻ പരീക്ഷിക്കരുതേ എന്ന് ആ ഇത്താത്ത പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നിയിട്ടോ. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇത്താത്ത എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മോൾക്ക് സഹായിക്കാൻ പറ്റുമോ, അത്രയും ദുരിതത്തിലാണ് എൻ്റെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞിട്ട്. 28 വയസ്സുള്ള അവരുടെ മൂത്ത മോളാണ് ഈ കിടക്കുന്നത്. കിടന്ന കിടപ്പ് തന്നെയാണ്. ജനിച്ചപ്പോൾ മുതൽ ഒന്ന് അനങ്ങാനോ എണീക്കാനോ ഒന്നും കഴിയാതെയുള്ള ഈ ഒരു കിടപ്പാണ്. 28 വർഷത്തോളം ഈ മോളെ എടുത്ത് നടന്നിട്ട് തന്നെ ആ ഇത്താത്താക്ക് ഇപ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അസുഖത്തിന് ഇനിയൊരു ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ജീവിതകാലം ഫുള്ളായിട്ട് ആ മോളെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്ന അവരെ നമ്മൾ ദയാലയം ട്രസ്റ്റ് വഴി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെന്നെ സഹായിക്കാൻ താല്പര്യമുള്ള